പൊതുവെ ഈ അടുത്ത് ചില വിധിന്യായങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിലേക്ക് വളരെ നീതിയുക്തമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പ്രവേശിക്കുകയുണ്ടായി. കുറെ കാലം അത്തരം നീതിയുക്തമല്ലാത്ത വിധികൾ കൊണ്ട് ഇന്ത്യയിലെ ന്യായാധിപ പീഠന്മാർ അല്ലെങ്കിൽ ഇന്ത്യയിൽ പുറപ്പെടുവിക്കപ്പെട്ട പല വിധികളും അന്യായമായി ജനങ്ങൾക്ക് തോന്നിയതിൽ നിന്ന് വ്യത്യസ്തമായി കുറെ ന്യായമായ വിധികൾ ഈ അടുത്ത് പുറപ്പെടുകയുണ്ടായി. കൂടാതെ ഇത്തരം വിധികൾ വരുമ്പോൾ ജനങ്ങൾ വെറുതെയെങ്കിലും ആശ്വസിക്കുന്നുണ്ട്, ഇപ്പോഴും ഇവിടെ നീതി നിലനിൽക്കുന്നുണ്ട്, അതുപോലെ തെരഞ്ഞെടുപ്പ് എന്നുള്ള പ്രക്രിയ നിലനിൽക്കുന്നുണ്ട്, ജനാധിപത്യം മുഴുവനായി കടലെടുത്തിട്ടില്ല, നാളെ എന്നുള്ളൊരു പ്രതീക്ഷ അവശേഷിക്കുന്നുണ്ട്, നാളെ ഇതെല്ലാം മാറി വന്ന് പഴയ കാലത്തിന്റെയോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇപ്പോൾ നടന്ന രാഷ്ട്രീയപരമായ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കണികയിൽ നിന്ന് പഠിച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയം നാളെ ഉയർത്തെഴുന്നേറ്റ് വരും, ഇന്ത്യയിൽ മാറ്റം വരും. ഇതൊക്കെ ജനങ്ങളുടെ പ്രതീക്ഷകളാണ്. ഇത്തരം പ്രതീക്ഷകൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള അർത്ഥം ഉള്ളതായിട്ട് തോന്നുന്നു. ഇപ്പൊ മീഡിയകളിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് കാണാം, പ്രതീക്ഷകളെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ഡിസ്കഷൻ. അഥവാ നീതിബോധമുള്ള അവശേഷിക്കുന്ന ചില ചാനലുകളെല്ലാം ഇത്തരം പ്രതീക്ഷകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? പ്രതീക്ഷകളുടെ കാര്യത്തിന് പ്രതീക്ഷയില്ലാതെ നമ്മൾ ജീവിക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളൊരു സ്ഥലത്ത് നിന്ന് നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിതം പ്രതീക്ഷയോടെ ഇരിക്കുന്ന അവസ്ഥയാണ് ജീവനോട് ഇരിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷ ഉണ്ടോ എന്നുള്ള ചോദ്യമല്ല, പ്രതീക്ഷയാണ് വേണ്ടത്. അത് അടിസ്ഥാനമാണ്. പ്രതീക്ഷയോടെ ആണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ നിമിഷവും ജീവിക്കേണ്ടത് അങ്ങനെയാണ്. ഇയാളിപ്പോ ഈ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളെയാണ് ഇയാള് ഊന്നിക്കൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമ്മള് ഒരു പണ്ടേ പറയുന്ന ഒരു ഉദാഹരണമാണ് ഈ തവളയെ ഒരു പാത്രത്തിനകത്ത് വെള്ളത്തിലിട്ടാല് എന്നിട്ട് താഴെ പതുക്കെ ചൂട് കൊടുത്ത് തുടങ്ങിയാൽ വെള്ളം തിളയ്ക്കുമ്പോ തവള ചത്തു. കാരണം ഈ ചൂട് കൂടുന്നത് അത് അറിയുന്നില്ല. അത് പതുക്കെ പതുക്കെ ആയത് കാരണം കൊണ്ട് ഈ ചാടിപ്പോകാമായിരുന്ന സമയങ്ങളിലൊന്നും ചാടുന്നുണ്ടാകില്ല. ഒരു തിളച്ച വെള്ളത്തിലോട്ട് നമ്മൾ അവളെ ഇട്ട് അത് ഉടനെ തന്നെ ചാടി പുറത്തു പോകും. കൂടി വന്നാൽ അതിനൊന്ന് കൊള്ളൂ എന്നുള്ളതല്ലോ. പക്ഷെ മറ്റേത് എന്ത് ചത്തുപോകും. കാരണം ഇത് എല്ലാ സമയത്തും അതിനെ ആന്തരികമായിട്ട് ഇതിനെ ബാലൻസ് ചെയ്ത് ആക്ട് ചെയ്ത് ഈ ചൂടിനോടൊപ്പം നിൽക്കാനാണ് ശ്രമിക്കുന്നത്. ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനം അതിന് ചാടിപ്പോകാനൊക്കുമായിരുന്ന ഒരു സമയം ചാടിപ്പോകാതെ വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ ചത്തുപോയി മരിച്ചു പോവുക എന്ന് പറയുന്ന പോലുള്ള ഒരു അവസ്ഥ ഈ ലോകത്ത് ഉണ്ട്. അത് ജനാധിപത്യത്തിനകത്ത് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് ജനങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള അറിവുള്ളത് പോലെയാണ് ഈ പതുക്കെ ചൂടാക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യയിലെ ഈ വിധികളെ പറ്റിയൊക്കെ ഇയാൾ പറയുമ്പോ അതൊരു വളരെ ഹെയറാർക്കിക്കലായ ഒരു കോടതി അവിടെ തന്നെ അങ്ങനെ തന്നെ തുടരുകയും ആ കോടതി എന്ന് പറയുന്നതിനകത്തെ ആളുകൾ ജഡ്ജിമാരായിട്ടിരിക്കുന്നവര് എത്രയോ നാളായി ഹെയറാർക്കിക്കലായി നിൽക്കുന്ന, ഇപ്പൊ നമ്മൾ ചന്ദ്രചൂഡിന്റെ അച്ഛനും ചന്ദ്രചൂടും എടുത്ത് ചന്ദ്രചൂഡിന്റെ മോനും എടുത്ത് എല്ലാം ഇങ്ങനെ അവര് ആ കോടതിയിൽ തന്നെ ജീവിക്കുന്നവരായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതാണ്. അപ്പൊ ഇത് നമ്മളെ ഓരോ ജഡ്ജിമാരെ എടുത്ത് നമുക്ക് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 80 to 90% ജഡ്ജിമാരും തലമുറകളായി ഇരിക്കുന്നവരാണ്. കാരണം ബ്രിട്ടീഷുകാർക്ക് മുമ്പ് തന്നെ ലോ പ്രാക്ടീസ് ചെയ്ത് അവരുടെ കോടതിക്കകത്തിരുന്നവരുടെ മക്കളുടെ തുടർച്ചയ്ക്കകത്ത് തന്നെയാണ് 80% അവരാണ്. നമ്മൾ ഈ സംവരണം എന്നൊക്കെ പറയുന്ന സാധനം കൊണ്ട് നിർബന്ധപൂർവമായി ഒറ്റയ്ക്കും തെറ്റയ്ക്കും കുറച്ച് പേര് അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ച് ബാക്കി 80% നമ്മൾ ഈ നല്ല ജഡ്ജിമാർ എന്ന് നമ്മൾ വിളിക്കുന്നവർ പോലും, നമ്മളൊക്കെ ബഹുമാനിക്കുന്നവര്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചന്ദ്രചൂഡിനെ കാണുമ്പോൾ ഇയാളൊരു കൊള്ളാവുന്ന ആളാണെന്നല്ലോ എന്ന് നമ്മളങ്ങ് ആലോചിച്ചു പോകുന്ന തരത്തിൽ പരമ്പരയായിട്ട് കുടുംബ സ്വത്ത് പോലെ കൊണ്ടുപോകുന്ന ഒരു ഇടമാണ് ഇപ്പൊ വക്കീലിന്റെ മക്കൾ വക്കീലാകുക എന്ന് പറയുന്ന നമുക്കൊരു അത് ആർക്കും തെറ്റുമല്ലല്ലോ തോന്നും. പക്ഷെ ഈ സ്ഥാനമാനങ്ങൾ എന്ന് പറയുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് നിയമിക്കപ്പെടുക,
ജഡ്ജിയായിട്ട് നിയമിക്കുന്നത്. വക്കീലാകുന്നിടത്ത് വരെ ജനാധിപത്യത്തിന് പ്രശ്നമൊന്നും അനുഭവിക്കത്തില്ല. പക്ഷെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആകുക എന്ന് പറയുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഈ കമ്മീഷനുകളുടെ ഹെഡാകുക എന്ന് പറയുന്നത്, ഇതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട് പരമ്പരയായി. അപ്പൊ ഇത് ഈ പാരമ്പര്യമായി വരുന്നു എന്ന് പറയുന്നത് മാത്രമല്ല, ഇവരൊക്കെ നമ്മൾ ഇന്ത്യയിലെ അപ്പർ ക്ലാസ് എന്ന് വിളിക്കുന്നത് പോലെ തന്നെ അപ്പർ കാസ്റ്റ് എന്ന് വിളിക്കുന്ന വിഭാഗത്തിൽ നിന്ന് തന്നെയാണ് അവരെല്ലാവരും ഉള്ളത്. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് മുമ്പ് ആരംഭിച്ച ജാതി എന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങൾക്ക് 10,000 വർഷമായിട്ടോ അല്ലെങ്കിൽ 2000 3000 നമ്മുടെ മനുഷ്യ ചരിത്രത്തിനകത്ത് ഇപ്പൊ ഇന്ത്യയുടെ ചരിത്രത്തിൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ രാമായണ മഹാഭാരതം വായിച്ചാൽ എങ്ങനെയാണോ ജാതി സമ്പ്രദായം നിന്നിരുന്നത്, ആ നിന്നിരുന്നതിന്റെ തുടർച്ചയിൽ നിൽക്കുന്ന ഏരിയകളാണ് ഇത് മുഴുവൻ. ഈ ജനാധിപത്യം എന്ന് പറയുന്ന ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്ന ഗവൺമെന്റ് രൂപപ്പെടുത്താനായിട്ട് 1947 കോടതിയിലെ ഒരു ചേഞ്ചും വന്നിട്ടില്ല എന്ന് നമ്മൾ അറിയാം. ഭരണഘടന വന്നു, ഇലക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ആളുകൾ അറിയപ്പെടുക എന്ന് പറയുന്നത് മുഴുവനും ഈ പാരമ്പര്യമായിട്ട് നിന്ന ആൾക്കാരാണ്. അവരെയാണ് ഇലക്ഷൻ നിർത്തുന്നതിനകത്ത് കൂടുതൽ. അവിടെയാണ് ഈ സംവരണം എന്ന് പറയുന്ന ഐഡിയ ഒക്കെ കൊണ്ടുവരുന്നത്. റെപ്രസെന്റേഷൻ വളരെ ചെറുതായിരിക്കുന്ന വിഭാഗത്തിന് പോലും ഉണ്ടാകണം എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ആ മേഖലയൊക്കെ. എന്ന് പറഞ്ഞാൽ അധികാരമുണ്ടായിരുന്ന പഴയകാല സംവിധാനങ്ങൾക്കകത്ത് അധികാരം പങ്കുവെക്കുന്നവരായിട്ട് ആദ്യം മാറുകയും അത് കഴിഞ്ഞിട്ട് ഈ അധികാരം പങ്കുവെക്കുക എന്നുള്ളതല്ല, അധികാരമല്ല ജനാധിപത്യം, സേവനവും ക്രമീകരണവുമാണ് എന്ന് ഞാൻ പലതവണ പറയാറുണ്ടെങ്കിലും ഈ അധികാരമുള്ളവരായി മാറുന്നു എന്ന് പറയുന്ന ആ സിസ്റ്റത്തിനകത്ത് തന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ജനാധിപത്യത്തിൻ്റെതായ ഒരു സിസ്റ്റവും നമുക്ക് സത്യത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എലക്ഷൻ മാത്രമാണ്, തെരഞ്ഞെടുപ്പ് മാത്രമാണ് ജനാധിപത്യത്തിന്റെ ഉള്ളത്. അതിന്റെ എൻഫോഴ്സ് ചെയ്യുന്ന മേഖലകൾ അതൊന്നും തന്നെ നമുക്ക് മാറ്റാൻ കഴിയാതിരുന്നിട്ടുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അത് വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലായാലും, പോലീസിന്റെ മേഖലയിലായാലും, പട്ടാളത്തിന്റെ മേഖലയിലായാലും, ജുഡീഷ്യറിയുടെ മേഖലയിലായാലും, അഡ്മിനിസ്ട്രേഷന്റെ മേഖലയിൽ, ഈ 5 സ്ഥലത്തും ഈ പറയുന്ന സിസ്റ്റം ഹെയറാർക്കിക്കലായിട്ടുള്ള മേല് കീഴായിരുന്ന നാട്ടിനകത്തെ ജാതി മത ധ്രുവീകരണത്തിനകത്ത് ആധിപത്യത്തോടെ, അധികാരം എന്ന് പറഞ്ഞാൽ ആധിപത്യമുള്ള വിഭാഗങ്ങളുടെ റെപ്രസെന്റേഷൻ ആയിരുന്നു അതിനകത്തെല്ലാം നിന്നിരുന്നത്. അത് അങ്ങനെ തന്നെ തുടരുകയാണ് എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും ഇതിനിടയ്ക്ക് വെച്ച് മറന്നുപോകും. ഇത് അഴിച്ചു പണിയപ്പെട്ടിട്ടേയില്ല. കോടതിയൊക്കെ വേണ്ടേന്നല്ലേ നമ്മൾ ചോദിക്കുന്നത്. കോടതി വേണ്ടേ കേൾക്കുമ്പോൾ ശരിയാണല്ലോ, കോടതി വേണമല്ലോ. 2 പേര് തമ്മിൽ നടക്കുന്ന ഡിസ്പ്യൂട്ടിനിടയ്ക്ക് ഒരു ആർബിട്രേഷൻ ആള് വേണ്ടേ. പക്ഷെ ഈ ഇരിക്കുന്ന ആൾ ആരാണ് എന്നുള്ളൊരു ചോദ്യം നമുക്കില്ല. ഇരിക്കുന്ന ആള് ന്യായാധിപനാണ്, ന്യായം കൈകാര്യം ചെയ്യുന്ന ആളാണ്, സംശയരഹിതനാണ്, അയാൾക്ക് ബയാസ് ഇല്ലെന്നാണ് നമ്മൾ വിചാരിച്ചത്. ജാതി സംഘടനകളുടെ റെപ്രസെന്റേറ്റീവ്സ് ആയിരുന്നു ഈ രാജാവിന്റെ കീഴിൽ നിലനിന്നിരുന്നവർ മുഴുവൻ. ബ്രിട്ടീഷുകാർ അത് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. അവരാരെങ്കിലും സെമിന്ദാരി സിസ്റ്റം മാറ്റുകയോ, റെയ്ത്തുവാരി സിസ്റ്റം ഈ വടക്കേന്ത്യയിൽ ഉണ്ടായിരുന്ന ജന്മി വിഭാഗങ്ങളുടെ കയ്യിലിരുന്ന ആധിപത്യം ഒന്നും തന്നെ മാറ്റിയിട്ടേ ഇല്ല. അവർക്ക് ഇവിടുന്ന് ആളുകളെ കൊള്ളയടിച്ച് കൊണ്ടുപോകാൻ, കാശ് കൊണ്ടുപോകാനായിട്ടുള്ള സംവിധാനമായിട്ട് അതിനെല്ലാം കാണുക ചെയ്തത്. അവരുടെ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാക്കാൻ എടുക്കാൻ അവർ ശ്രമിക്കുന്നത് അതുപോലല്ല അവർ ഈ ഇന്ത്യയിലുള്ളതോ അല്ലെങ്കിൽ കോളനൈസ് ചെയ്യപ്പെട്ട രാജ്യങ്ങൾ ചെയ്തിരുന്നതെന്നുള്ളതൊക്കെ ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചവരാണ് തിരിച്ചറിഞ്ഞത്. ആ പഠിക്കാൻ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നിലവാരത്തിൽ ധനമുള്ളവരോ ഈ പറഞ്ഞ ഉയർന്ന ശ്രേണിയിൽപ്പെട്ട വിഭാഗങ്ങളാണല്ലോ ഇംഗ്ലണ്ടിൽ പോകുന്നത്. പക്ഷെ അവര് പോലും അവിടെ ചെന്ന് ഈ ജനാധിപത്യത്തിന്റെ മെച്ചപ്പെട്ട അവസ്ഥ കണ്ടിട്ടാണ് ഗാന്ധി സഹിതം നെഹ്റു, ഗാന്ധി ഇവരെല്ലാരും ഈ പുറത്ത് പഠിച്ചവരാ. അങ്ങനെയാണ് അവിടെ ഉള്ള ജനാധിപത്യവാദികളായ ആൾക്കാരും കൂടി ഇന്ത്യയിലോട്ട് വന്നിട്ടാണ് ഈ കോൺഗ്രസ് തന്നെ ആരംഭിച്ചത്. ഹ്യൂമൻ എന്താണ് മറ്റേ ആ സ്ത്രീയുടെ പേര് മറന്നുപോയി. അവരൊക്കെ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നവര് തന്നെയാണ്. ഇവരെല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു കോൺഗ്രസ് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ
സാമൂഹികമായ നീതിബോധം എന്ന് പറയുന്നത് കുട്ടിക്കാലം തൊട്ട് വീടുകളിൽ പഠിച്ചു വന്നതിനകത്ത് അല്പം ഒരു ട്രാൻസ്ഫർമേഷൻ ആണ് ഇവർക്കൊക്കെ സംഭവിച്ചിട്ടുള്ളത്. തമ്മിഭേദം തൊമ്മൻ എന്ന് പറയുന്ന ജാതീയമായ വിഭാഗങ്ങളെ റെപ്രസെന്റേറ്റീവായ ആളുകളെ ഹെറാർക്കിക്കലായ ഭരണത്തിനകത്തുനിന്ന് ആ സംഘങ്ങളെ മാറ്റി പുതിയ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നിടത്ത് പരാജയപ്പെട്ടു പോയ കാലമാണ് ഈ കഴിഞ്ഞ 70 വർഷം നമുക്കുണ്ടായത്. അപ്പൊ നമുക്കും പൗരബോധം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം നമുക്ക് ലഭിച്ചിട്ടില്ല. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിരുന്ന സ്കൂള്, അവർക്ക് എന്തിനാണ് അവർ സ്കൂൾ കൊണ്ടുവന്നത്? അവരുടെ ഭരണം ഇന്ത്യക്കാരെ ഭരിപ്പിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയത് മാത്രമാണ്. അതുകൊണ്ട് വേറെ ഉദ്ദേശമൊന്നുമില്ല. പൗരബോധ നിർമ്മാണം ബ്രിട്ടീഷ് സ്കൂളുകളിൽ നടന്നിട്ടില്ല. ആ സ്കൂളിന് സമാന്തരമായ സ്കൂളുകൾ തന്നെയാണ് എല്ലാ ജാതി സംഘടനകളും ആരംഭിച്ചത്, ഭരണത്തിൽ പങ്കാളികളാകുക എന്നുള്ള അർത്ഥത്തില്. ആ സ്കൂളുകളിൽ നിന്ന് വേണം ഈ 1947 ശേഷം നമുക്ക് ഈ വിദ്യാഭ്യാസമൊക്കെ നേടി ആളുകൾ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഒന്നും നടന്നിട്ടില്ല. അവിടെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് തന്നെയാണ് എല്ലാ സ്കൂളും എല്ലാ ദിവസവും ആരംഭിച്ചിട്ടുള്ളത്. ആ ജാതി മത സംഘടനകളുടെ സ്കൂളുകളും കുറച്ച് ഗവൺമെന്റ് സ്കൂളുകൾ, ഞാൻ രാജാക്കന്മാർ ആരംഭിച്ചത് ഗവൺമെന്റ് സ്കൂളായിട്ട് മാറിയത് അതിനകത്ത് മാത്രമാണ്. അവിടെ പോലും പ്രാർത്ഥന നിലനിന്നിരുന്നു എന്നുള്ള കാര്യം മറക്കരുത്. അത് ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ആരുടെ ദൈവമാണെന്ന് പറയാത്ത ഒരു പൊതു ദൈവത്തിനെ പോലും വെച്ച് അപ്പോഴും ഹെറാർക്കിയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യം അത് നമ്മൾ മറന്നുപോയി. ഇങ്ങനെ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ തുമ്പത്താണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഇയാള് ചോദിക്കുന്ന ചോദ്യം, ഈ നല്ല വിധികൾ എന്നൊക്കെ പറയുന്നത് കണ്ട് നമ്മള് തെറ്റായിട്ടൊന്നും ധരിക്കണ്ട. അത് ഈ വെള്ളം പതുക്കെ ചൂടാക്കുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള മെക്കാനിസങ്ങൾ മാത്രമാണ്. അത് നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം സംസാരിച്ച സമയത്ത് ഞാനിത് പറഞ്ഞതാണ്. എങ്ങനെയാണ് അബ്ദുൽ കലാം പോയി റൈറ്റ് നടന്ന ഗുജറാത്തിൽ പോയിട്ട് അവിടുത്തെ അഭയാർത്ഥികളെ എല്ലാം നന്നായി ഗവൺമെന്റ് നോക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾക്കൊക്കെ ഈ ഏത് വിഷയമായിരുന്നു ഇയാൾ അന്വേഷിക്കാൻ പോയെന്ന് നമ്മൾ മനസ്സിലാകാതായി പോയില്ലേ? അങ്ങനെ ഇത്രയധികം ഒരു സർട്ടിഫിക്കറ്റ് ഒരാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ മുഴുവൻ ശ്രദ്ധയും മാറിപ്പോയി. ഇതേപോലെ തന്നെ ഇതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ നമ്മള് നോക്കുവാണെങ്കിൽ കൊള്ളാവുന്ന ഒരു ചന്ദ്രചൂഡന്മാരാണല്ലോ 1, 2, 3 ഉള്ളത്. ചന്ദ്രചൂഡൻ 1, ചന്ദ്രചൂഡൻ 2, ചന്ദ്രചൂഡൻ 3 ഇപ്പൊ വന്നിട്ടുണ്ട്. 3ാമത്തെ ആൾ ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു പ്രസംഗമൊക്കെ ചെയ്തിട്ടുണ്ട്. കേട്ടാ നമ്മൾ കോരിത്തരിച്ചു പോകുന്ന പ്രസംഗമാണ്. പക്ഷെ 3 ചന്ദ്രചൂഡന്മാരാണ് ഈ വരുന്നതെന്ന് പറയുന്നത്. ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഗവൺമെന്റിനെ ശ്വാസം മുട്ടിക്കുന്ന 2 സാധനമായിരുന്നു ബാബറി മസ്ജിദ് ഇഷ്യൂ, ഈ കാശ്മീർ ഇഷ്യൂ. അത് രണ്ടും അവരെത്ര നന്നായി കൈകാര്യം ചെയ്ത് നമുക്ക് തന്നില്ലേ? അത് ആ മിടുക്കാണ് ചന്ദ്രചൂഡന്മാർക്കുള്ളത് എന്നുള്ള കാര്യം മറക്കരുത്. നമുക്ക് തോന്നും ഇവരെ നമുക്ക് വേണ്ടിയാ വാദിക്കുന്നതെന്ന് തോന്നിപ്പോ. അങ്ങനെ പതുക്കെ വെള്ളം തിളപ്പിക്കത്തേ ഉള്ളൂ, പേടിക്കണ്ട. അപ്പൊ വെന്ത് പോകുന്ന ദിവസമേ നമ്മൾ അറിയുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന പ്രതീക്ഷ നൽകിക്കൊണ്ട് നിൽക്കുന്ന വെറുതെ ഒരുത്തൻ ഇലക്ഷൻ കമ്മീഷൻ ഇരുന്ന എത്ര മോശമായിട്ടാണ് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും അനുഭവിച്ചിരുന്നത്. അയാൾ രാജിവെച്ചപ്പോ എന്തോ സംഭവിക്കുകയാണെന്ന് വിചാരിച്ചില്ല. അയാള് BJPയുടെ കാൻഡിഡേറ്റ് ആകാൻ പോവുകയാണെന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ അവസാനം കേൾക്കുന്നത്. ഈ ആളുകളെ അവിടെ വെച്ചുകൊണ്ട് അവരിൽ നിന്ന് നമ്മൾ എന്നാൽ നീതിബോധമുള്ള നിഷ്പക്ഷം എന്ന് നമ്മൾ പറയുമ്പോൾ നീതിയോട് പക്ഷം പിടിച്ച് നിൽക്കുന്നതിനെയാണ് നമ്മൾ നീതിബോധം നിഷ്പക്ഷം എന്ന് പറയുന്നത്, അല്ലാതെ ഒരു പക്ഷം ഇല്ലാതിരിക്കുക എന്നതല്ല. അപ്പൊ അങ്ങനെ പക്ഷം പിടിക്കുക എന്ന് പറയുന്നതിനകത്ത് ഇത്രയും രഹസ്യമായി ബയാസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ പക്ഷങ്ങളാണ് നമ്മൾ കാണുന്നത്. അവരൊക്കെ ജഡ്ജിമാരായിരിക്കുന്നവര് നേരെ ഇപ്പൊ ബംഗാളിൽ നിന്ന് ഒരുത്തൻ ഒരു ഹൈക്കോടതി ജഡ്ജി രാജിവെച്ചിട്ട് അവിടെ പോയ ആ മോദിയുടെ മുന്നിൽ ഇങ്ങനെ കയ്യെ തൊട്ടിട്ട് ഇങ്ങനെ നമസ്കരിക്കുന്ന കാണുമ്പോ ഇവനെങ്കിൽ നിന്നാണോ നമ്മൾ നീതി പ്രതീക്ഷിച്ചിരുന്നത് നമ്മൾ ആലോചിച്ചുകൊണ്ടേ? എന്തൊരാ ശരിക്കും പറഞ്ഞ അപമാനം പോലെ ആഭാസമായ ചിത്രം. ഞാൻ ഇംഗ്ലീഷില് നമ്മൾ ഇങ്ങനെ ഈ അശ്ലീലം എന്നൊക്കെ പറയാവുന്ന തരത്തിലൊരു ചിത്രമാണത്.
അതുപോലുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ അവസാനം നമ്മൾ ഇൻസെൻസിറ്റീവ് ആവും. എനിക്ക് തോന്നുന്നത് അവിടുത്തെ കൂടുതൽ ജനങ്ങളും എങ്ങനെങ്കിലും ജീവിച്ചാൽ മതി എന്ന് ആലോചിക്കുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ ഹിന്ദുവാണ്, അതുകൊണ്ട് എന്തായാലും മോദി ഭരിക്കുമ്പോ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ഹിന്ദുക്കളായിരിക്കും അവിടെ 80%. ഹിന്ദു ആണല്ലോ ഞാൻ, ഒന്നുമില്ലെങ്കിൽ ഉമ്മാരെ ഹിന്ദു രാഷ്ട്രമാണല്ലോ ഉണ്ടാക്കുന്നത്, അത് കാരണം കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലല്ലോ എന്ന് എല്ലാ ഭാര്യമാരെ പോലും ചിന്തിക്കുന്ന ആളുകളാക്കി നമ്മളെ മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഒരിക്കലും നമ്മൾ ഈ വെള്ളം തിളയ്ക്കുന്നത് അറിയില്ല. ഇതാണ് സംഭവിക്കുന്നത്. ഈ പ്രോസസ്സാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഇപ്പൊ അവിടുത്തെ കേരള ഗവൺമെന്റ് കോടതി പോയി 13,600 കോടി കടം കിട്ടി, അടുത്തതും കൊടുക്കണം എന്നൊക്കെ വിധിച്ചു, അങ്ങനെ വിജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ഇടതുപക്ഷം എന്ന് പറയുന്ന വിദ്വാൻമാര് ഇങ്ങനെ ന്യൂസ് എഴുതുന്നത് കാണുമ്പോൾ ഞാനിങ്ങനെ വീണ്ടും എന്തോ ഇവിടുത്തെ കോടതി നല്ല കോടതി കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എപ്പോ വേണമെങ്കിലും മോദിക്ക് 2 അടി കൊടുക്കാനായിട്ട് ഇവന്മാരെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു മനുഷ്യ കൂട്ടമായിട്ട് അധപ്പതിച്ചു പോയല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നത്. മോദിയെ പോലുള്ള ഒരാൾ അധികാരത്തിൽ വന്ന അന്ന് തുടങ്ങേണ്ടതാണ് നമ്മൾ ഈ തരത്തിലുള്ള പ്രവൃത്തി. ഇത് മുമ്പോട്ട് പോകുന്നത് ഓരോ ഇഞ്ചിലും നമ്മൾക്ക് ജനാധിപത്യം നഷ്ടപ്പെട്ടു പോകും. ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലെന്ന്. യൂണിവേഴ്സിറ്റികൾ ഇല്ലാതായി. നമുക്ക് എന്ന് പറഞ്ഞാല് ചരിത്ര അവിടെ വെച്ചിരുന്ന ഹിസ്റ്റോറിക്കൽ റിസർച്ച് നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനങ്ങള്, സിനിമ പോലെ ഉണ്ടാക്കിയിരിക്കുന്ന ഇപ്പം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സ്ഥാപനങ്ങൾ, ഇതൊന്നും ഇന്നില്ല. ഇതെല്ലാം BJP പ്രൊപ്പഗൻഡ നടത്താനായിട്ട് മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴും ഈ അവസാനത്തെ ഈ പേട്ട് സ്ഥലം, സുപ്രീം കോടതി എന്ന് പറയുന്ന ഈ പേട്ട് സ്ഥലത്ത് ജനാധിപത്യം ഇങ്ങനെ തൂങ്ങി നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ മണ്ടക്കിണയപ്പന്മാരെ പറ്റി നമ്മൾ എന്തുവാ പറയുന്നത്? BJP ഒരു പൊതുശത്രുവായിട്ട് ഡിക്ലെയർ ചെയ്ത് നിൽക്കേണ്ടതുണ്ട്. കാര്യമുണ്ട്, അവര് ജാതീയമായ ആളുകളെ, മതപരമായ ആളുകളെ ധ്രുവീകരിക്കുന്ന പ്രവൃത്തിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെന്നും അത് ജനാധിപത്യത്തിന്റെ പേരും പറഞ്ഞാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവർ പൊതുശത്രുവായി നമ്മൾ കാണേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കാത്ത പ്രതിപക്ഷങ്ങളുടെ ഐക്യമാണല്ലോ ഇന്ത്യ മുന്നണി. നമ്മൾ നോക്കിയാൽ മതി. ബംഗാളിലിരിക്കുന്ന മമതയ്ക്കോ കേരളത്തിലിരിക്കുന്ന പിണറായിക്കോ കോൺഗ്രസ് ചെയ്യുന്ന ആളുകൾ BJPയിലോട്ട് പോകുന്നത് അവരുടെ വിജയമായിട്ട് കാണുന്നവരാണ്. നമുക്ക് എന്നാൽ ഈ പോകുന്ന ഓരോ ആളും പൊതുവായി മറുവശത്ത് നിൽക്കേണ്ടവരാണെന്ന് കാണാൻ അവർക്ക് കഴിയാതെ പോകുന്ന അത്രയും കണ്ണ് മഞ്ഞളിച്ചവരാണ്. ഇവരിൽ നിന്ന് ജനാധിപത്യം പ്രതീക്ഷിച്ചോ ഇന്ത്യയുടെ സേഫ്റ്റിയോ ഒന്നും നമ്മൾ കാണേണ്ട കാര്യമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം തൊട്ട് പറയുന്നത്, കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നതാണ്, സൗത്ത് ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർ ഒന്നിച്ച് ചേർന്ന് നിന്ന് ഒരു കൺസോർഷ്യം ഉണ്ടാക്കേണ്ട കാലം എന്നേ കഴിഞ്ഞു. ഞങ്ങൾ നിങ്ങളുടെ GST അടയ്ക്കത്തില്ല എന്ന് ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യൻ ഭരണഘടന മാനിക്കാതെ നിങ്ങൾ നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ നാളായിട്ട് കൈയടച്ച് പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രതിപക്ഷം എന്ന് പറയുന്നവരെ അവിടെ ജയിച്ച് എന്നിട്ട് തന്നെ കാര്യമില്ല, അവരുമായിട്ട് ഡിസ്കഷൻ നടക്കത്തില്ല എന്ന് കൃത്യമാക്കി മാറ്റിയിരിക്കുന്ന ഒരു കാലത്തിരിക്കുമ്പോഴും നമ്മൾ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ ഇങ്ങനെ സംഭവിക്കും. എന്തു ചെയ്യുന്ന അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരോട് നമ്മൾ എന്തോ ഈ പറയുന്നത്? എന്ത് രാഷ്ട്രീയമാണ് നമ്മൾ പറയുന്നത്? കൊച്ചു സാമന്ത രാജ്യങ്ങളിനകത്തെ അധപ്പതിച്ച രാജാക്കന്മാരായിട്ട് ഇരിക്കുകയാണ് ഈ പറയുന്ന പിണറായി ആയാലും സ്റ്റാലിൻ ആയാലും ഈ പറയുന്ന അവിടുത്തെ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ്സുകാരായാലും മറ്റിടത്തെ TDPക്കാരനായാലും എല്ലാം ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അതാത് സ്ഥലത്ത് ജയിക്കണമെന്നുള്ള കൊതിയല്ലാതെ ഇന്ത്യ എന്ന് പറഞ്ഞ യാഥാർത്ഥ്യം പോയി എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ സ്റ്റേറ്റുകള് ഫെഡറലാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട പ്രവർത്തികളില്ലേ? അതിന് ഒരു യുദ്ധത്തിൽ ചെല്ലാതെ
ഇന്ത്യൻ ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുന്ന ഇന്ത്യൻ പട്ടാളത്തിനെ നേരിടാൻ കഴിവുള്ള ഒരു സ്ഥലവും ഇല്ല. റെസിസ്റ്റൻസ് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. കലാപങ്ങൾ ഉണ്ടാക്കിക്കൂടാ, നമ്മള് ചെറുക്കേണ്ടതുണ്ട്, കുതറേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ആശയങ്ങൾ മനസ്സിലാക്കി ഒന്നിച്ച് നിന്ന് ചെയ്തെടുക്കേണ്ട പണി എത്ര വർഷമോ, ഞാൻ പറഞ്ഞാൽ 2-3 വർഷമെങ്കിലും ആയിട്ടുണ്ട് താമസിച്ചു പോയിട്ട്. എന്നിട്ട് ഇന്ത്യ മുന്നണി ഇലക്ഷന് ജയിക്കാനായിട്ട് വേണ്ടിയാണ് ഈ ഇന്ത്യ മുന്നണി ഉണ്ടാക്കുന്നത്. അതൊന്നുമല്ല, ഭരണഘടന തകർന്നു പോയി, ഇന്ത്യ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അത് തിരിച്ചറിഞ്ഞിട്ട് അതിനിടേണ്ട മുൻകൈയിലിട്ട് ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യാതെ കോടതിയിൽ പോയിക്കൊണ്ടിരിക്കും. കോടതി പോകുന്ന ഏതെങ്കിലും കോന്തം പൊക്കോട്ടെ, പക്ഷെ മറുവശത്ത് മറ്റേതെന്താ ഉണ്ടാ ചെയ്യപ്പെടാത്ത? കോടതി ഉപയോഗിക്കേണ്ടെന്ന് പോലുമല്ല ഞാൻ ഈ പറയുന്നത്. കോടതിയിൽ പോകുന്ന കേസിൽ പ്രതീക്ഷിച്ചിരിക്കരുത്. ഫെഡറൽ സ്റ്റേറ്റുകളുടെ കൂട്ടായ്മയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പാർലമെന്റിനകത്തെ ആളുകളെ മുഴുവൻ പേരും പുറത്താക്കി നിയമങ്ങൾ പാസാക്കി കൈയടിച്ച് പാസാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ചരിത്രം ഉണ്ടായിട്ട് ഒരു 3-4 വർഷമായില്ലേ? എവിടെ ഇരിക്കുകയാണ് അവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നവന്മാർ എന്തെടുക്കുകയാണ്? അതുകൊണ്ടാണ് ഞാൻ ഈ കോടതിയിൽ പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത നിലവാരത്തിലാണ് ഈ സ്ഥലവും നിൽക്കുന്നത്. അല്ലാതെ തെറ്റായിട്ടൊന്നും ധരിക്കണ്ട. എത്രയോ നാള് മുമ്പ് തൊട്ട് നമ്മൾ ചെയ്യേണ്ട പണിയാണ് അതൊക്കെ. ആ പണികളിൽ ഏർപ്പെടാതെ ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്. ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെതായിട്ടുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കി സംഘടിതമായി നിന്ന് പ്രവർത്തിക്കേണ്ട കാലത്ത് അത് ചെയ്യാതെ കോടതി പോയി വിജയിച്ചെന്ന് പറഞ്ഞിട്ട് ഘോഷിച്ചോണ്ടിരിക്കുകയും ഓരോ ആളുകളായിട്ട് പിരിഞ്ഞ് ഈ എന്താണ് ഇടതുപക്ഷത്തിനകത്ത് നിൽക്കുന്നത്. ഞാൻ ഇടതുപക്ഷക്കാരനെന്ന് പറയുന്നതിനകത്ത് എന്നെ സംബന്ധിച്ചോളം BJP വിരുദ്ധമായി നിൽക്കുന്നവരെ മുഴുവൻ ഞാൻ ഇന്ന് ഇടതുപക്ഷമായിട്ട് കാണുന്നിടത്താണ് ഇപ്പൊ ഉള്ളത്. കാരണം അത്രയും വലിയ ത്രെറ്റാണത്. ഒരു രാജ്യം നശിപ്പിക്കുന്നതും മതേതരമായിട്ടുള്ള ആശയങ്ങളെ തകർത്ത് കളയുന്നതായിട്ടുള്ള ഒരു വിഭാഗം അവിടെ അധികാരത്തിലിരിക്കുമ്പോൾ ഈ അവനവന്റെ സാമ്രാജ്യം ആദ്യം സംരക്ഷിക്കുന്ന യുക്തിക്കകത്ത് നിൽക്കുന്ന ഒരു പക്ഷത്തിനെയും നമ്മൾ പിന്നെ വേറൊന്നും കാണാനൊക്കത്തില്ല. ഇടതുപക്ഷം എന്ന് പറയുന്നതിനകത്ത് കോൺഗ്രസ് ഒക്കെ ഉണ്ട്. അങ്ങനെ നിൽക്കാനൊക്കെ ഇന്ന് ഇത് മനസ്സിലാക്കാതെ കോൺഗ്രസിനകത്തു നിന്ന് BJP പോകുന്നത് കണ്ട് ആനന്ദിക്കുന്ന ഇടതുപക്ഷക്കാരന് ഇടതുപക്ഷവും അല്ല, അവന്റെ ഈ വെള്ളം തിളയ്ക്കുന്നത് അറിയാത്തത് കൊണ്ട് മാത്രമാണ്. അത് നമ്മൾ അറിയേണ്ടത് ഈ എന്താണ് ത്രിപുരയിലും ബംഗാളിലും ഉള്ള CPM ഒക്കെ എവിടെ പോയി എന്ന് പറയണ്ടേ? അവരെന്തായാലും മമതയുടെ കൂടി ഇരിപ്പില്ലല്ലോ, കോൺഗ്രസിൽ ഇരിപ്പില്ലല്ലോ. അത് ഇരിക്കുന്ന BJP തന്നെയാണ് നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് എന്താണ് പണ്ടേ ബ്രറ്റിന്റെ കവിത പോലാണ്, ആദ്യം അവര് എന്താണ് മുസ്ലിങ്ങൾക്ക് വന്ന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് വന്ന് അവസാനം എന്നെ കൊണ്ടുപോകാൻ വരുമ്പോ ഇല്ല എന്ന് പറയുന്ന ആ അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്, ഈ അവസാനത്തെ ആളായിട്ട്. ഇത് നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. ആ കാലമൊക്കെ കടന്നുപോയി. ഈ പൊതുശത്രു ബ്രിട്ടീഷുകാർക്ക് എങ്ങനെയാ എതിരായിട്ട് നമ്മൾ പെരുമാറാൻ ഒന്നിച്ചു നിൽക്കണം എന്ന് പറയുന്നത് പോലാണ് ഇന്ന് മോദിയെയും ഷായെയും ഒന്നിച്ച് മറുവശത്ത് നിർത്തി കാണേണ്ട കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ അപമാനകരമായ നേതൃത്വങ്ങളാണ് അതെല്ലാം. അതിനകത്തൊന്നും നമുക്ക് വേറെ ഒരു തരത്തിലും സംസാരിക്കാനും നോക്കത്തില്ല. എത്ര നാള് മുമ്പ് തുടങ്ങേണ്ടതാണ്? ഒരു സൗത്ത് ഇന്ത്യൻ കൺസോർഷ്യം എങ്കിലും ഉണ്ടാക്കിയെടുക്കേണ്ടതല്ലേ? എത്ര നാള് മുമ്പ് പറയേണ്ടത്? ഞങ്ങൾ ഈ ടാക്സ് പിരിക്കാനേ നേരിട്ട് സെൻട്രൽ ഗവൺമെന്റ് വരാനൊക്കത്തില്ല, നമ്മൾ തന്നെയാണ് ഈ പിരിച്ചടയ്ക്കുന്നത്. എന്നിട്ട് പിന്നെ അവര് തരുന്നത് കൈനീട്ടി വാങ്ങാനിരിക്കുന്നവരെ എന്നിട്ട് തരുന്നില്ലെന്ന് പറഞ്ഞിട്ട് കോടതി പോകാനൊന്നും ഇരിക്കണ്ട. റെസിസ്റ്റ് ചെയ്യണം. അതിനെ ഒറ്റയ്ക്ക് റെസിസ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല എന്ന് അറിയുമ്പോഴാണ് മുൻകൈ എടുത്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന വിദ്വാൻ മുൻകൈ എടുത്ത് സ്റ്റാലിനോട് മിണ്ടണം. സ്റ്റാലിൻ മുൻകൈ എടുത്ത് മമതയോട് മിണ്ടണം. മുൻകൈ എടുത്ത് തെലങ്കാനക്കാരനോട് മിണ്ടണം. ഇങ്ങനെ മിണ്ടി ഉണ്ടാക്കേണ്ട ഒരു എതിരെ രാഷ്ട്രീയമായി ഉണ്ടാക്കി എടുത്തുകൊണ്ട് വേണം നേരിടാൻ. അത് ചെയ്യുന്നതിനൊപ്പം മാത്രമാണ് ഈ പറയുന്ന കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങള്, ഈ കോടതിക്കകത്തൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ കോടതി ജീവിപ്പിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ. പക്ഷെ സുപ്രീം കോടതി എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രാകൃത സാമഗ്രിയാണെന്ന് നമ്മളറിയണം. അതിനകത്ത് ആ ലെവലിൽ പ്രതീക്ഷിക്കാനൊക്കത്തില്ല.
അഴിച്ചു പണിയേണ്ട സാധനമാണ് അതൊക്കെ. പോലീസ് അഴിച്ചു പണിയേണ്ടതാണ്, പട്ടാളം അഴിച്ചു പണിയേണ്ടതാണ്, കോടതി അഴിച്ചു പണിയേണ്ടതാണ്, അഡ്മിനിസ്ട്രേഷൻ അഴിച്ചു പണിയേണ്ടതാണ്. ഇങ്ങനെ ചെയ്യേണ്ട പണികളിൽ ഏർപ്പെടേണ്ടത് ലോങ് ടൈം ജനാധിപത്യ വികാസത്തിനാവശ്യമാണ്. ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒപ്പം തന്നെയാണ് റെസിസ്റ്റൻസിൻ്റെതായിട്ടുള്ള മേഖലകൾ. അത് സംഘടിതമായി ചെയ്യേണ്ടതാണ്. ഭരണപരമായിട്ട് ഒരു 5 or 6 മുഖ്യമന്ത്രിമാർ ഒന്നിച്ച് ചേർന്ന് പറഞ്ഞാൽ അത് പ്രശ്നമായി മാറും. യുദ്ധമൊന്നും ആരും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. യുദ്ധമൊന്നും ചെയ്യാനായിട്ടല്ല നമ്മൾ ഈ പറയുന്നത്, റെസിസ്റ്റൻസ് ആണ് ഈ പറയുന്നത്. ഇത് ചെയ്യാനായിട്ട് ഓരോ ദിവസവും താമസിച്ചിട്ട് ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് ചാടിക്കളയാന്ന് ആലോചിക്കുമ്പോൾ ചാടാനുള്ള ആരോഗ്യം നഷ്ടപ്പെട്ടു പോയ തവളയുടെ അവസ്ഥയാണ് ഇപ്പൊ അവിടുത്തെ ഈ പറയുന്ന പ്രതിപക്ഷത്തിനുള്ളത്. നമ്മളാണ് അറിയേണ്ടത്. ഇനി കൊണ്ടുപഠിക്കാനായിട്ട് വേറെ വല്ലവരും വന്ന് വെള്ളത്തിൽ ചാടുന്ന വല്ലവരും വന്ന് രക്ഷിക്കാനല്ലാതെ ഇപ്പോഴത്തെ അവസ്ഥയില് ഞാൻ ഇത് കാണുന്നില്ല. അതുകൊണ്ട് പതുക്കെ പതുക്കെ വെന്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനകത്താണ്. അത് വെള്ളം ശരിക്ക് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേ മനസ്സിലാവുള്ളൂ അവിടുത്തെ ഓരോ ഈ ഹിന്ദുക്കളായിട്ടിരിക്കുന്നവനൊക്കെ ജാതി സംഘടനകളിൽ പെട്ടുപോകുമെന്നും ജാതീയമായ വിവേചനങ്ങൾ അനുഭവിച്ചു തുടങ്ങുമ്പോഴേ എന്താണ് നമ്മൾ ഇന്ന് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് യഥാർത്ഥം തിരിച്ചറിയൂ. ഈ തിരിച്ചറിവ് ഉണ്ടാകാൻ നമുക്ക് കഴിയാതെ പോയാൽ ഒന്നിച്ച് പരാജയപ്പെടുന്ന ഒരു ജനതയാണ് നമ്മൾ. അതിന് വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സ്വയം തിരിച്ചറിയാനും അവനവന്റെ സ്വാതന്ത്ര്യം നിലനിർത്താനും തിരിച്ചറിവില്ല നഷ്ടപ്പെട്ടു പോയ ജനതയായി അവര് മാറ്റുമ്പോൾ അതിനോടൊപ്പം പോയ നഷ്ടപ്പെട്ടു പോയവരുടെ കൂട്ടത്തിലേ പെടാനൊക്കത്തുള്ളൂ. അല്ലാതെ കഴിയില്ല. അതാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദുരന്തമാണ് ആ നിലവാരത്തിൽ. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയില്ലയോ എന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഇതിന് ഞാൻ പറയുന്നതാണോ അവസാനത്തെ ശരി? അതൊന്നും അല്ല ഈ പറയുന്നത്. ഇതുപോലുള്ള പ്രവർത്തനങ്ങളെ പറ്റി ഇപ്പൊ ചെയ്യേണ്ടതുണ്ട്, ആലോചിക്കേണ്ടത്. താമസിച്ചു പോകുന്ന ഓരോ ദിവസവും ഇലക്ഷനിൽ പ്രതീക്ഷിക്കരുത്. ഇലക്ഷൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ അവർക്ക് സകല കഴിവുണ്ട്. ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇല്ല, നിങ്ങൾ പരാതി കൊടുത്തിട്ട് കാര്യമില്ല. ഇലക്ഷൻ കമ്മീഷനകത്ത് രാജിവെച്ചവൻ നേരെ പോകുന്ന BJP-യിലോട്ടാണെന്ന് കാണുമ്പോൾ അറിയണം ഇതൊക്കെ. കോടതിക്കകത്തുനിന്ന് രാജിവെച്ചവൻ നേരെ BJP-യിലോട്ടാ പോകുമ്പോൾ നമ്മളത് കാണണം ഇത്. അതുകൊണ്ട് ഇനിയും കാലതാമസം പാടില്ല. സംഘടിതമായി ഭരണപരമായ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കീഴടങ്ങി പെട്ടുപോയ ഒരു 10-15 വർഷം നശിച്ചു പോകുന്ന ഒരു ജനതയായി തുടരും. അത് കഴിഞ്ഞിട്ടൊക്കെ പ്രപഞ്ചം മാറും, ലോകം മാറും എന്നൊക്കെ എനിക്കും അറിയാം. പക്ഷെ നിലനിൽക്കുന്ന നമ്മുടെ സ്വാതന്ത്ര്യം ജയിലിലായി. അത്രയാവുക. അതാണ് അതിനകത്തെ പ്രോസസ്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു പ്രശ്നം, ഈ തെരഞ്ഞെടുപ്പിലെ പ്രതീക്ഷ അർപ്പിക്കുന്ന പ്രതിപക്ഷം, തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷം, നമുക്ക് കാണാൻ പറ്റും ഈ ഇടതുപക്ഷം കോൺഗ്രസിലെ ഒരാണികൾ കൊഴിഞ്ഞു പോകുമ്പോഴും അത് സന്തോഷിക്കുന്ന ഒരു ഇടതുപക്ഷം, ഇടതുപക്ഷം എന്ത് ചെയ്താലും അതിൽ കുറ്റം കാണുന്ന ഒരു വലതുപക്ഷം. ഇവരെല്ലാം പ്രതീക്ഷ അർപ്പിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ തിരിച്ചു വരും, വളരെ വലിയ സ്ട്രെങ്തോടു കൂടി തിരിച്ചു വരും. ഇന്ത്യയിൽ ഇവിടെ അല്ലെങ്കിൽ കേരളത്തിൽ ഇവിടെ 18 or 20 സീറ്റ് നേടിക്കഴിഞ്ഞാൽ എങ്ങാണ്ട് ഇന്ത്യയെ ഭരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ പോയി ഭരിക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷം എങ്ങോട്ട് സ്ട്രെങ്ത് കാണിക്കാം. ഇത്തരം ചിന്താഗതികൾ നിലനിൽക്കുമ്പോഴും മൈത്രേയൻ പറഞ്ഞതുപോലെ BJP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അഥവാ കുതന്ത്രങ്ങളുടെയും തന്ത്രങ്ങളുടെയും ഉൾപോരിലൂടെ അവർ നാളെ ഒരു സമയത്ത് ഇവർ കളിക്കുന്ന ഒന്നും തന്നെ അല്ലാത്ത വേറൊരു പാത്തിലൂടെ നടന്നു പോവുകയും ഇവരതിൻ്റെ പിറകെ അവരെറിഞ്ഞു കൊടുക്കുന്ന ഓരോ ഇരയെ കൊത്തി അതിന്റെ പിറകെ പോവുകയും ചെയ്യുന്ന അവസ്ഥ. ഇതിൽ ഈ ഇടതുപക്ഷവും ഈ കോൺഗ്രസും ഇതെല്ലാം തിരിച്ചറിയാതിരിക്കുക എന്ന് പറയുന്നത്, ഇവർ എപ്പോഴും നിലനിൽക്കും, ഇടതുപക്ഷം ഇവിടെ എപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറയുന്നത്, ഇതൊക്കെ ഒരു ബോഷ്കല്ലേ? ഇതൊരു തിരിച്ചറിയാതിരിക്കുന്ന ഈ അവസ്ഥ, ഇതിന്റെ ഔട്ട്പുട്ട് നേരിടുന്ന ജനങ്ങൾ, ഇതല്ലേ ഇപ്പോൾ കടന്നു പോകുന്നത്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ മറികടക്കേണ്ടത്? ഇതിനെ എങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റും? ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നതിനെ പറ്റിയാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. എങ്ങനെയാണ് വെള്ളം തിളപ്പിക്കേണ്ടതെന്ന് അറിയുന്നവര് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് ചെയ്യേണ്ട സമയങ്ങളിൽ കാര്യങ്ങൾ ചെയ്യാതെ
പെട്ടുപോകുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ പറയുന്നത്. ഈ തിരിച്ചറിവ് അവർക്കുണ്ടാകാതിരിക്കുന്നതിന് നമ്മള് ഇത് പറയാം. ഇപ്പൊ വ്യക്തിപരമായിട്ട് പറഞ്ഞ എനിക്കൊക്കെ ഇതിരുന്ന് പ്രായം കൊണ്ട് തന്നെ അങ്ങനല്ല, ഒരു 70 വർഷം ഞാൻ ആ നാട്ടിൽ ജീവിച്ചതല്ലേ. അതിനകത്ത് 50 വർഷവും ഞാൻ ഈ പ്രവൃത്തി ചെയ്തിട്ടുള്ള ആളാണ്. ആ ചെയ്യുന്നതിന്റെ തുടർച്ച ചെയ്യപ്പെടേണ്ട പുതിയ ആളുകളെ സൃഷ്ടിക്കുന്നതിനകത്ത് നമുക്കുണ്ടായ പരാജയമുണ്ട്. ഞാൻ അതങ്ങനെ തന്നെ വ്യക്തിപരമായിട്ടുള്ള പരാജയമായിട്ടൊക്കെ തന്നെ ഞാൻ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അത് ഈ കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യത്തിരുന്ന് മലയാള ഭാഷ സംസാരിക്കുക എന്ന് പറയുന്നത് കൊണ്ട് വടക്കേ ഇന്ത്യയിലെ ഹിന്ദി പറയാവുന്ന അത് ഒരാളുടെ പരിമിതികളാണ്, വ്യക്തിപരമായ പരിമിതികളാണ്. നമ്മളൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിനകത്ത് അപ്പുറത്തിരിക്കുന്ന ആളുകളെ ചെയ്യാൻ നമുക്ക് കഴിയാതെ പോയി. ഇൻസ്പയർ ചെയ്യാനോ കണക്ട് ചെയ്യാനോ നമ്മൾ പരാജയപ്പെട്ടു പോയി. പ്രവർത്തിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള ആള് തന്നെയാണ്. എനിക്ക് അതുകൊണ്ട് അങ്ങനത്തെ യാതൊരു കൺഫ്യൂഷനും ഇല്ല. ഓരോ കാലത്തും ചെയ്യേണ്ടത് എത്രയോ നേരത്തെ മുമ്പേ തിരിച്ചറിഞ്ഞ് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ രാജ്യത്തിനകത്ത് ഇത്ര സ്ഥലങ്ങളിനകത്ത് വ്യാപകമായ, ഇപ്പൊ നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരിക്കുന്നു എന്ന് പറയുന്ന പോലുള്ള പ്രശ്നമാണ്. എനിക്കും ജനിച്ചത് സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ്. അത് കാരണം കൊണ്ട് പങ്കെടുക്കാൻ കഴിയാതെ പോയതിന്റെ ചരിത്രം. അപ്പൊ ഇതൊക്കെ മനുഷ്യന്റെ ഹിസ്റ്ററിയൊക്കെ നമ്മളിങ്ങനെ പഠിക്കുന്ന സമയത്ത് ഒരു ഒരു പ്രത്യേക പ്രദേശത്ത് തന്നെ സംഭവിച്ചേ പറ്റൂ. അവിടെ തന്നെ സംഭവിച്ചേ പറ്റൂ. അവിടെ തന്നെ സംഭവിക്കാതെ വേറെടുത്ത് സംഭവിച്ചാലും നടക്കത്തില്ല. ഈ കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എത്രയോ തരത്തിലെ ജനകീയ സമരങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് ഓരോ സമയങ്ങളിൽ. അതൊക്കെ അടിച്ചമർത്തപ്പെട്ടും കീഴ്പ്പെട്ടും അതിനെ നശിപ്പിച്ചു കളയുകയും ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ബ്രാൻഡ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഈ പഴയ കാലത്ത് നക്സലൈറ്റ് എന്ന് വിളിക്കപ്പെടുന്ന സമരം പോലും കർഷകരുടെ സമരമായിട്ട് ആരംഭിച്ചതാണ് നക്സൽ ബാരിയില്. അങ്ങനെയാണ് ആ സമരങ്ങളൊക്കെ ബ്രാൻഡ് ചെയ്യപ്പെട്ട് മുദ്ര കുത്തപ്പെട്ട് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ട് അധപതിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഇപ്പൊ തന്നെ ഈ കർഷക സമരം വടക്കേ ഇന്ത്യയിലെ കുറച്ച് ആൾക്കാർ, ബാക്കിയുള്ള സ്ഥലങ്ങളിലെ കർഷകരെന്താ അനങ്ങാത്തതെന്ന് ഇവര് ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ എന്താ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് ചോദിക്കണ്ടേ? വടക്കേ ഇന്ത്യയിലെ കുറച്ച് കർഷകരുടെ മാത്രം പ്രശ്നമായിട്ട് അത് നിൽക്കുകയല്ലേ ചെയ്യുന്നേ. ബാക്കിയുള്ളിടത്തുള്ളൊക്കെ എന്താണ് നടക്കാത്ത? എന്താണ് കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പൊ ഞാനൊക്കെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ പോലുള്ള ഒരു 10 പേരെ സംഘടിപ്പിച്ച് അവിടെ ഒരു മുദ്രാവാക്യം വിളിച്ച് നടക്കുന്നതാണ് നമ്മുടെ ആകെയുള്ള പിന്തുണ. കേരളത്തിലെ കർഷകർ എന്താ ചെയ്യുന്നത്? അതിനൊരു കർഷക സംഘടനയാവില്ലേ? കോൺഗ്രസിനും ഉണ്ട്, ഇടതുപക്ഷത്തിനും ഉണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും എല്ലാം ഇല്ലേ? അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? തമിഴ്നാട്ടിലെ കർഷകർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കർണാടകത്തിലെ കർഷകർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ചോദ്യം എന്താ ചോദിക്കാത്തത്? സമരത്തിന്റെ കുറവല്ലല്ലോ, തുടക്കമില്ലാത്ത കൊണ്ടോ അല്ലല്ലോ. കെട്ടടങ്ങുന്ന നിലവാരത്തിൽ ചെയ്തെടുക്കുന്ന അവനവന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ സ്ഥലത്ത് മാത്രം സമാധാനം നിന്നാ മതി, ഞങ്ങളുടെ അധികാരം നിലനിർത്താൻ മതി എന്ന് വിചാരിക്കുന്ന വിചാരം കൊണ്ടാണ് അതൊന്നും തന്നെ മുമ്പോട്ട് പോകാത്തത്. ഇത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇനി അങ്ങനെയാണ് യാഥാർത്ഥ്യമെങ്കിൽ ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്നതിനകത്ത് എന്തിനാണ് നിൽക്കുന്നത് എല്ലാവരോടെ? അവനവന്റെ നാട് മാത്രമേ അവനവന് ശരിയെന്ന് വിചാരിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇതും പറഞ്ഞ് നിൽക്കുന്നത് എന്ന് ചോദിക്കണ്ടേ? ആ ചോദ്യമാണ് എനിക്ക് ഈ അവിടെ ഇരിക്കുന്ന ഈ പ്രതിപക്ഷത്ത് ഭരിക്കുന്നവരെന്ന് പറയുന്നവരോട് ചോദിക്കാനാണ്. നീയൊക്കെ എന്തിനാണ് ഇതിനകത്ത് കുത്തിയിരിക്കുന്നത്? എന്തിനാണ് അവിടോട്ട് പോകുന്നത്? എന്തിനാണ് അവിടെ ചെല്ലുന്നത്? ഇപ്പൊ തന്നെ നമുക്ക് നോക്കാം. 20 പേര് കേരളത്തിനകത്ത് വന്ന് ഈ പ്രതിപക്ഷത്തിരിക്കുന്നവർ എന്ന് പറയുന്നവർ ജയിച്ചാല് ഇന്ത്യൻ പാർലമെന്റിനകത്ത് അവരെന്ത് ചെയ്യും? ഈ ചോദ്യം ചോദിക്കണ്ടേ? ഈ യാഥാർത്ഥ്യം അംഗീകരിക്കാതെ, ഇത് സ്വയം മനസ്സിലാക്കാതെ മുന്നണിക്ക് 2ാം തരം പ്രാധാന്യമേ ഉള്ളെന്ന് വിചാരിക്കുന്ന രീതിയാണ് ഇവർ അവലംബിച്ചിട്ടുള്ളത്. ഇതുകൊണ്ടാണ് ഈ സത്യത്തിൽ 35% വോട്ടിന് താഴെ മേടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ മുഴുവൻ കൂടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഏക കാരണം ഇതുകൊണ്ടാണ്. ഈ പ്രതിപക്ഷത്തെന്ന് പറഞ്ഞിരിക്കുന്നവന്മാരുടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, അവനവന്റെ കൊച്ചിടങ്ങളിനകത്ത് ഒതുങ്ങി നിന്ന് ചിന്തിക്കുന്ന വിവരമില്ലായ്മ കൊണ്ട് മാത്രം ഉണ്ടാകുന്നത്. എനിക്ക് അത് വിവരമില്ലായ്മയായിട്ട് ഞാൻ അതിനെ എടുത്താൽ അതിനകത്തെങ്കിലും മൂച്ച് കാണിക്കണ്ടേ? അതും കാണിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഫെഡറൽ സ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്യും.
ഞങ്ങള് നിങ്ങളുടെ യൂണിയനോട് യോജിച്ച് ഇനി നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസ് ഉണ്ടാക്കിയെടുക്കേണ്ട കാലമാണ് ഇതൊക്കെ. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ നശിപ്പിച്ചുകൊണ്ട് അതിന് വിരുദ്ധമായ നിയമങ്ങൾ പാർലമെന്റിൽ പാസ്സാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന് വിശ്വാസികളായിട്ടിരിക്കുന്നു എന്നുള്ളത് അഭിനയിക്കുക. അങ്ങനെ അഭിനയിച്ചാലൊന്നും രാഷ്ട്രീയ സമരമൊന്നും ആകത്തില്ല. അത് കൃത്യമായിട്ടും പ്രതിഷേധിക്കേണ്ടതും സംഘം ചേർന്ന് എതിർക്കേണ്ടതുമായിട്ടുള്ള ഉപ്പ് ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് ബ്രിട്ടീഷുകാർ പറയുമ്പോൾ ഉപ്പ് ഉണ്ടാക്കിക്കൊണ്ടാണ് പ്രതിഷേധിക്കുന്നത് ഗാന്ധി. ആ പ്രതിഷേധം എന്തുകൊണ്ടാണ് ഇവരുടെ വശത്തുനിന്ന് ഉണ്ടാകാത്തതെന്നാണ് എന്റെ ചോദ്യം. അതുകൊണ്ട് അവനവന്റെ വീട് അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഭാര്യമാരാണ് പ്രതിപക്ഷം. ഭാര്യമാര് നല്ലോണം ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ സുഖമായിട്ടൊക്കെ കഴിഞ്ഞോളാന്ന് വിചാരിക്കുന്നവന്മാരാ. ഇതുകൊണ്ടാണ് രാഷ്ട്രീയ സമരം ഉണ്ടാകാത്തത്. അതില് ദുഃഖം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, മറ്റൊന്നും ആ വശത്ത് പറയാനില്ല.